പ്രതിപക്ഷം എടുത്തു പറയുന്ന മറ്റൊരു സംഭവമാണ് ശബരിമല വിവാദവും സ്വർണ്ണപ്പാളി വിവാദമൊക്കെ. അതും ഈ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ട് അതായത് ഭരിക്കുന്ന പാർട്ടിയെ അഫക്റ്റ് ചെയ്യുമോ? എനിക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നതായി തോന്നുന്നു. കാരണം ജനങ്ങൾ അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ഗവൺമെൻറ്റിൻ്റെ ഒരു ഡ്യൂട്ടി എന്താ? ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് പരമാവധി സുരക്ഷിതത്വം കൊടുക്കണം. അവർക്ക് വളരെ സേഫായിട്ട് ജീവിക്കുന്ന അന്തരീക്ഷം ഉണ്ടാകണം. അപ്പോൾ അവരുടെ ജീവനും സ്വത്തിനും പ്രയാസമൊന്നും ഉണ്ടാവരുത്. ഇപ്പോൾ ഇവിടെ ശബരിമല പോലുള്ള സ്ഥലത്ത് പോലും സ്വർണ്ണ കവർച്ചയൊക്കെ നടക്കുന്നു എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ആശങ്ക വളരെ വലുതാണ്. ജനങ്ങൾ അത്ര പവിത്രമായി കരുതുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഗവൺമെൻറ് സ്പോൺസേഡ് സ്വർണ്ണക്കൊള്ള എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് തന്നെ ഇത് ചെയ്യുമ്പോൾ പിന്നെ ആരെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുക? അപ്പോൾ അതിൻ്റെ ആ ജനങ്ങളുടെ ഒരു വിശ്വാസ തകർച്ചയാണ് യഥാർത്ഥത്തിൽ സ്വർണ്ണ കവർച്ചയിലുണ്ടായിട്ടുള്ളത് ഗവൺമെൻറ്റിനുള്ള. ആ വിശ്വാസ തകർച്ചയുടെ ഒരു പ്രതിഷേധം തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. കഴിഞ്ഞൊരു 10 വർഷം പോലീസിങ് പിഴവുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പോലീസ് ഒട്ടും ജനകീയമല്ല. പോലീസ് ഒത്തിരി പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിലൊത്തിരി രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുന്നു. പോലീസിൻ്റെ ആയിട്ടുള്ള ഒരു ധാർഷ്ട്യം പല രീതിയിൽ പ്രകടമാവുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ശരിക്കും ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണോ? തീർച്ചയായിട്ടും ആഭ്യന്തര വകുപ്പിൻ്റെ സമ്പൂർണ്ണ പരാജയമായിട്ട് എനിക്ക് എടുത്തു പറയാവുന്ന കുറേയേറെ കാര്യം. എല്ലാ കാലത്തും ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതല്ലാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. കഴിഞ്ഞ ഒരു മാസം മുമ്പ് നടു റോട്ടിൽ വെച്ച് ഒരാളെ വെട്ടിക്കൊല്ലുന്നത് കേരളത്തിലൊക്കെ നമുക്ക് അതൊക്കെ ഒരിക്കലും നമ്മൾ കാണുമെന്ന് ധരിച്ച കാര്യങ്ങളല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഏത് ക്രിമിനലുകളായാലും അത്രമൊരു ധൈര്യം അവർക്ക് വരുന്നു. ഇങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ ഇത്രേ വരൂ എന്നൊരു തോന്നൽ വരുന്നു. അതൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ പരാജയം. മാത്രമല്ല, എനിക്ക് അതിലേറെ തോന്നിയിട്ടുള്ള ഒരു കാര്യം 7 മാവോയിസ്റ്റുകളെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ വെടിവെച്ചു വന്നിട്ടുള്ളത്. ഞാൻ മാവോയിസ്റ്റുകളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണോ? കേരളത്തിൽ മാവോയിസ്റ്റുകളുണ്ടല്ലോ, ചെറിയ തോതിലാണെങ്കിൽ ഉണ്ട്. പക്ഷെ കേരളത്തിലെ മാവോയിസ്റ്റുകളോട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത നിലപാട് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഒളിപ്പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് ചെഗുവേരയുടെ പടം നെഞ്ചിലും തൊപ്പിയിലേക്ക് വെച്ച് നടക്കുകയും അദ്ദേഹത്തിൻ്റെ മാർഗം പിന്തുടർന്നുകൊണ്ട് ശരിയും തെറ്റും ഉണ്ടാവാം. കമ്മ്യൂണിസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാവോയിസത്തിൻ്റെ ഭാഗമായി ഒളിപ്പോരാട്ടം നടത്തുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന ഒരു ഗവൺമെൻറ്, അതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് യോജിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഞങ്ങളുടെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ്റിക്ക് സമയത്ത് ഞങ്ങൾ കൊടുത്തിരുന്ന നിർദ്ദേശം പരമാവധി അവരെ പിടിച്ച് അവരെ മാറ്റത്തിന് വിധേയമാക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ അതല്ല. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എടുത്ത മാവോയിസ്റ്റുകളുടെ സമീപനം എന്ന് പറയുന്നത് ചരിത്രത്തിൽ എക്കാലത്തും ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അങ്ങേയറ്റം കളങ്കം ചാർത്തുന്ന ഒരു നടപടിയായിരിക്കും ചരിത്രം വ്യാഖ്യാനിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.